ഹലോ, ഇന്ന് നമുക്കൊരു ചിക്കൻ മോമോസ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന സവാളയാണ്. ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മുടെ ഈ ഫില്ലിങ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മോമോസിനുള്ള ഡോ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് നമുക്കതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും ഉപ്പും എല്ലാം കൂടെ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ടൈറ്റായിട്ടുള്ളൊരു മാവാണ് വേണ്ടുന്നത്. അപ്പം ഇനി മാവെല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് മാക്സിമം തിന്നായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പം ഞാൻ മാക്സിമം കട്ടി കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ 1 ടേബിൾ സ്പൂൺ ആ ഫില്ലിങ് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഞുറിഞ്ഞെടുത്ത് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മോമോസും ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പേ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ആവി വന്ന ഈ ഇഡ്ഡലി ചെമ്പിലോട്ട് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മോമോസ് നമുക്ക് ഇതിലോട്ട് പറക്കി വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ആവി പറക്കുന്ന ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലൊരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.